അപ്പോൾ അങ്ങനെ LCUവിലേക്കുള്ള ഒരു പുതിയ എൻട്രി. ഇത് ആക്ച്വലി ഈ പടത്തിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് വീഡിയോ വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസ് പോലെ വന്നിരുന്നു, നിവിൻ പോളി LCUവിലേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ പോസ്റ്റർ വരുന്നു, ഇവർ മറ്റേ പുതിയ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ പോകുന്നു. അതാരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് പറഞ്ഞ് പോസ്റ്റർ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ന്യൂസ് ലീക്കായി, അതായത് നിവിൻ പോളി പടത്തിൽ അഭിനയിക്കാൻ പോകുന്നത് LCUവിലുണ്ടല്ലോ, അങ്ങനെ ഒരു ന്യൂസ് അങ്ങ് വന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റിവീൽ വീഡിയോ ആയിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. ട്വിൻ ഫിഷ് വാൾട്ടർ എന്നാണ് ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേരെന്ന് തോന്നുന്നു, അറിയത്തില്ല. അതെ, ക്യാരക്ടർ പ്രൊമോ അല്ലേ. സോ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിവിൻ പോളിയുടെ വില്ലനാണ് എന്നാണ് പറയുന്നത്. രാഘവ ലോറൻസ് ആണല്ലോ നായകൻ, അപ്പോൾ സ്വാഭാവികമായിട്ട് വില്ലനായിരിക്കണമല്ലോ. അല്ലെങ്കിൽ ലോറൻസ് വില്ലനാണെങ്കിലോ, വില്ലന്മാരെയും സെപ്പറേറ്റ് പടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ബെൻസിൻ്റെ ക്യാരക്ടർ പ്രൊമോ, അതായത് നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ പ്രൊമോ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ബെൻസാണ് ഈ വർഷത്തെ. അതെ. ലാലേട്ടൻ്റെ അനിയനാണ് മറ്റേ ജയിലറിലെ ജി സ്ക്വാഡ്. മ്യൂസിക്കാണെന്ന് പറയാം സായി അഭയങ്കർ. അതാണിത്, ഉണിക്കടയാണോ? ഫാഷൻ സെൻസുള്ള എന്താ സംഭവം? കഴുത്തിൽ പുഷ്പയെ പോലെ ഉണ്ടല്ലേ ഈ അല്ലേ? സ്വർണ്ണ പല്ല്, കയ്യിലൊക്കെ എന്തൊക്കെ. ഇന്ത്യൻ ടൂവിൽ ഇതുപോലൊരു ക്യാരക്ടറിലായിരുന്നു സൂര്യ. ഓ ഡബിൾ ആക്ട്. ഓ ട്വിൻ. இந்த ABCDல கடைசியா ஒரு இது வரும்ல, கோடு போட்ட மாதிரி. ஈசா, BEN ஈசா. உங்க ஹெல்மெட்டுக்குள்ள இருக்க தலை ஸ்மார்ட் வெட்டற மாதிரி கசக்கு வெட்டி கொண்டு போகுது. അടിച്ചത് യാത് നസുക്കി വിടുസിറകാമി. വാൾട്ടർ വൈറ്റ് ഏത് അല്ലേ? Dirty mind, beautiful heart, deadly combination. Love you, Walter. മ്യൂസിക് കൊള്ളാം അല്ലേ? ഇതിൻ്റെ ടൈറ്റിൽ ടീസറിൻ്റെ മ്യൂസിക് നല്ല രസമാണ്. ഭാഗ്യരാജ് കണ്ണൻ. ഭാഗ്യരാജ് കണ്ണൻ ഇതിനു മുമ്പ് മറ്റേ ഈ 2 പടങ്ങൾ, റൊമോയും സുൽത്താൻ ഏതാ? സുൽത്താൻ കാർത്തിക. എങ്ങനെയുണ്ട്? നിവിനേട്ടൻ്റെ ഡബിളിഷ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു, പക്ഷെ കുറച്ച് ഫണ്ണാണെന്ന് തോന്നുന്നു പുള്ളി അല്ലേ? ട്വിൻ ഫിഷ്, അവർ ബാക്കിൽ 2 ഫിഷിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്ത് ട്വിൻ ഫിഷ് വാൾട്ടർ. അതായത് മറ്റേ വില്ലൻ ക്യാരക്ടറാണ്, പക്ഷെ കുറച്ച് ക്രേസി ആയിരിക്കും. അതായത് ഇങ്ങനെ ആ സാധനത്തിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഫണ്ണൊക്കെ ഉള്ള അതെ അങ്ങനെ കുറച്ച് ഇതായിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കുറച്ച് എക്സെൻട്രിക് ആയിരിക്കും അതായത് ഈ ക്യാരക്ടർ. പിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് പുഷ്പയുടെ മറ്റേ പുഷ്പ, പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ SJ സൂര്യ, ഇന്ത്യൻ ടൂവിൽ SJ സൂര്യ ഫുള്ള് മറ്റേ സ്വർണ്ണമൊക്കെ ഇട്ട് ഒരു സംഭവമേ ഉള്ളൂ. മറ്റേ ഈയിടെ മറ്റേ വീരധീര സൂര്യൻ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് സുരാജ് പെർഫോമൻസ് വൈസ് രസമുണ്ടെങ്കിലേ ഈ തമിഴ് പറയേണ്ടതിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ഇല്ലേ. പിന്നെ നിവിൻ പോളി ഓൾറെഡി ഒരു തമിഴ് പടത്തിൽ നായകൻ അവനെ അഭിനയിച്ചു, റിച്ചി എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് തമിഴ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് നിവിനും തോന്നുന്നു.
അപ്പോൾ അത് അല്ല അത് ഈ എക്സെൻട്രിസിറ്റി ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഈ നോർമൽ തമിഴ് സംസാരിക്കുന്ന പോലെ അല്ലാതെ അത് വരുമായിരിക്കും വരുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അറിയാമല്ലോ ഇതിപ്പോൾ അവിടെയും ഇവിടെയും നിവിനൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ തന്നെ പുള്ളിക്ക് ഇപ്പം വേറെ വലിയ പ്രോജക്റ്റുകളൊന്നും തന്നെ ഇപ്പോൾ ഉടനെ ഇല്ലല്ലോ. പുതിയ ഈ ഹെയർ ഒക്കെ വെപ്പാണ്. അപ്പം ആയിരിക്കും അത് വെപ്പ് കാണും. ഒറിജിനലിൻ്റെ പുറത്ത് എന്തെങ്കിലും അഡീഷണൽ എന്തായാലും പുതിയൊരു ലുക്കാണ്. അതെ പുള്ളി ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പം നമുക്ക് അങ്ങനെ പുള്ളി ഇതിനു മുമ്പ് വില്ലാണ്ട് അഭിനയിച്ച് മറ്റേ പടം നമ്മുടെ ഡാത്തടിയ അതൊക്കെ ബിഗിനിങ് ടൈമില്ല. അപ്പോൾ ഇപ്പോൾ അതിന് ഇത്ര നാൾക്ക് ശേഷം അതും ഇങ്ങനൊരു ഒരു സ്റ്റാറായി മാറിയതിന് ശേഷമുള്ളൊരു വില്ലൻ വേഷമാണ്. ഈ ബെൻസിനെ കുറിച്ച് ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു. അത് ഫുൾ ടൈം ഹെൽമെറ്റ് വെച്ചുള്ള പരിപാടിയല്ലോ? അല്ല അത് മറ്റേ ഫസ്റ്റ് ലുക്കിലും ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ അതെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാൾ പോയി കൊലപാതകം നടത്തുന്ന ഒരാളായിരിക്കും, റിവെഞ്ച് എടുക്കുന്ന ക്യാരക്ടറൊക്കെ ആയിരിക്കും. അറിയുന്നില്ല, ഇതെല്ലാം മറ്റേ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണല്ലോ. അപ്പം രാത്രി ഇരുട്ട്, ഡ്രഗ്സ്, വെടിപ്പുക, കൊലപാതകം, ചോര, ഇതാണ് പരിപാടി. ബൈക്കിനെ സ്നേഹിക്കുന്ന ബെൻസെന്ന് പേരുള്ള ഹെൽമെറ്റ് വെച്ച ആള് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം എന്ന് പറയുന്ന ഒരാൾ. അവൻ്റെ മകനെ കൊന്ന്. പിന്നെ ലോകേഷ് ഡയറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല മീൻസ് എങ്ങനെയായിരിക്കും. ഇത് ഫസ്റ്റ് ടൈമാണ് ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക്. പിന്നെ ഡയറക്ടർ ചെയ്ത റെമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കളർഫുൾ പരിപാടിയാണ്. സുൽത്താനും രണ്ടും ഡീസന്റ് പടങ്ങളാണ്. ഇപ്പൊ സുൽത്താനും എനിക്ക് അതെ ഭയങ്കര ഫൺ ആക്ഷൻ കോമഡി പടങ്ങളല്ല. മറ്റേ ഇത് ആക്ഷൻ കോമഡി പടമാണ് സുൽത്താൻ. റെമോ കുറച്ചുകൂടെ റോംകോം സാധനം. സുൽത്താൻ നമ്മുടെ കാർത്തിയും ലക്ഷ്മികാന്തനൊക്കെ അഭിനയിച്ച സിനിമ, അതും രസമുള്ള പടമായിരുന്നു. അപ്പോൾ ഇത് വരട്ടെ, നമുക്ക് അറിയാലോ ഇപ്പോൾ പടമുണ്ട്. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ ഇതിന്റെ മറ്റേ ഇരുമ്പുള്ള പ്രൊമോഷൻ എത്ര 6-7 മാസം. അതെ അല്ല ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അധികമായില്ല. അപ്പോൾ നമുക്ക് നോക്കാം, പറയട്ടെ പരിപാടി. അതിന്റെ ഇടയ്ക്ക് പിടിച്ച് നിർത്തി പ്രൊമോ ഷൂട്ട് ചെയ്യും. ഇത് പ്രൊമോ ആയിരിക്കും, ഇത് പടത്തിലുണ്ടാകുന്ന സാധനം ആയിരിക്കില്ല മിക്കവാറും, എനിക്ക് തോന്നുന്നു. ചിലപ്പം അതായത് ഒന്നുകിൽ ഈ സീനിന്റെ ഇടയിൽ പറയാം നമുക്ക് ഈ സെറ്റിംഗ് തന്നെ ഒരു പ്രൊമോ അടിച്ചു നോക്കാം. മറ്റേ ജയിലറിലെ ലാലേട്ടന്റെ സീക്വൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അല്ലേ? അല്ല സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മൊത്തത്തിൽ ആ ക്യാരക്ടർ ഇതുപോലെ കുറച്ച് എക്സെൻട്രിക് ഡ്രസ്സിംഗ് ഒക്കെ ആണല്ലോ, കളർഫുൾ. പക്ഷേ ഈ സ്റ്റൈലോ സംസാരമല്ലോ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ക്യാരക്ടർ കുറച്ച് ഔട്ട് ദെയർ കൈൻഡ് ഓഫ് ഡ്രസ്സിങ്ങും ഇതുപോലെ തന്നെ ഫുള്ള് സെറ്റിങ്. ഒരാളെ എന്തോ ഇത് ചെട്ടി വെച്ച് അടിക്കുന്നു, മറ്റേതെന്തോ വരുന്നു, എന്തോ വെച്ച് അടിക്കുന്നു, ബേസ്ബോൾ ബാറ്റ്. ആ ഒരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു വില്ലനോടുള്ള പ്രണയമാണ്. അതെ രക്തം തലയടിച്ച് പൊളിക്കുക, വലിയ വയലൻസ് അല്ലേ, അതാണ്. അപ്പോൾ ഇനി നമ്മൾ നിവിൻ പോളിയുടെ വയലൻസ് കാണാൻ പോവുകയാണ് അല്ലേ? അതെ.